കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് വീണ്ടും ദൈവാസന്നിധിയിലായിരിക്കാൻ കർത്താവ് നൽകിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് പ്രാരംഭമായി വായിക്കാം. അനന്തരം ഒരു ദൂതൻ അഗാധത്തിന്റെ താക്കോലും ഒരു വലിയ ചെങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്നിറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടുകളിലേക്ക് ചങ്ങലയിട്ടു. 1000 ആണ്ട് കഴിയുവോളം ജാതികളെ വഞ്ചിക്കാതിരിക്കുവാൻ അവൻ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചുപൂട്ടുകയും മീതെ മുദ്രയിടുകയും ചെയ്തു. അതിന്റെ ശേഷം അവൻ അല്പകാലത്തേക്ക് അഴിച്ചുവിടേണ്ടതാകുന്നു. കഴിഞ്ഞ ആഴ്ചകളിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ദൈവവചനം ധ്യാനിക്കുവാനും അതിനെക്കുറിച്ച് ചിന്തിക്കുവാനുമായിട്ട് എനിക്കിടയായി. അതെൻ്റെ ജീവിതത്തിൽ വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യമായതുകൊണ്ട് അത് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് നാം ജീവിക്കുന്ന ഈ കാലഘട്ടം വളരെ അസമാധാനം നിറഞ്ഞ ഒരു കാലഘട്ടമാണ്. എവിടെയും യുദ്ധങ്ങളും ന്യൂക്ലിയർ ബോംബിന്റെ ഭീഷണികളും അസമാധാനം കൊണ്ട് നിറഞ്ഞ ഒരു ലോകം. അതിന്റെ കാരണം നാം ജീവിക്കുന്ന ഈ ലോകം, സകല ലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നുവെന്ന് ദൈവവചനം തന്നെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ നാം ഈ വായിച്ച വേദഭാഗത്തു നിന്നും ഞാൻ ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് എ കിങ്ഡം വിത്തൗട്ട് സേറ്റൻ ഓർ ഡെവിൾ. സാത്താൻ ഇല്ലാത്ത ഒരു രാജ്യം. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ എത്ര അനുഗ്രഹമാണെന്നറിയാമോ. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നതിന്റെ പ്രധാനമായ ഉദ്ദേശം തന്നെ ദൈവരാജ്യം, സ്വർഗരാജ്യം യഥാസ്ഥാനപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. യേശുവിന് വഴിയൊരുക്കുവാൻ വന്ന ജോൺ ദ ബാപ്റ്റിസ്റ്റ് പ്രസംഗിച്ചതും തുടർന്ന് യേശു പ്രസംഗിച്ചതും യേശുവിന്റെ ശിഷ്യന്മാരെ പറഞ്ഞയച്ച് പ്രസംഗിപ്പിച്ചതുമെല്ലാം ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് അറ്റ് ഹാൻഡ്. കയ്യെത്തുന്ന ദൂരത്ത് മാത്രമേ ഉള്ളൂ, സമീപമായിരിക്കുന്നു, വന്നിരിക്കുന്നു. അതിനുവേണ്ടി ഒരുങ്ങുക എന്നുള്ളതാണ് അവിടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. എന്നാൽ ആ ദൈവരാജ്യത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പഴയ നിയമവും പുതിയ നിയമവും നാം ഒരുപോലെ പഠിച്ചാൽ ഉടനീളം കാണുന്ന ഒരു സത്യമുണ്ട്. ആ ദൈവരാജ്യം, ആത്മീയ ദൈവരാജ്യവുമുണ്ട്, അക്ഷരികമായ ദൈവരാജ്യവുമുണ്ട്. ആ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നത് എങ്ങനെയാണ്? ആ ദൈവരാജ്യത്തിന്റെ പ്രത്യേകതകൾ എന്താണ്? അതിന്റെ ശക്തി എന്താണ്? ഇതെല്ലാം ദൈവവചനത്തിൽ വിവരിച്ചു പറഞ്ഞിട്ടുണ്ട്. ആത്മീയ ദൈവരാജ്യം റോമർ 14:17 നമ്മൾ വായിക്കുന്നു. ദൈവത്തിന്റെ രാജ്യം ഭക്ഷണമല്ല, പാനീയമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമാകുന്നു. അതാണ് ആത്മീയമായ ദൈവരാജ്യം. എന്നാൽ മറ്റ് പഴയ നിയമത്തിലെല്ലാം നമ്മൾ പഠിക്കുമ്പോൾ ദൈവം എടുത്തെടുത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ രാജാക്കന്മാരുടെ കാലത്ത് എന്നേക്കും നിലനിൽക്കുന്ന ഒരു രാജ്യം ദൈവം സ്ഥാപിക്കും. അതിന് അവസാനം ഉണ്ടാകത്തില്ല. അതിന്റെ രാജാവ് മശിഹയായിരിക്കും. അപ്രകാരം പറഞ്ഞ പ്രവചനമനുസരിച്ച് രാജാവായിട്ട് ജനിച്ചവനാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. രാജാവായിട്ട് ജീവിച്ചു. അവൻ മരിച്ചതും ആ രാജാവിനെ പോലെ തന്നെയായിരുന്നു എന്ന് നമുക്ക് വ്യക്തമായി ദൈവവചനത്തിൽ വായിക്കുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ആ ആത്മീയ ദൈവരാജ്യം മാത്രമല്ല, അതിനുശേഷം ഒരു അക്ഷരികമായ രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കും. ഇന്ന് സകല ജാതികളും
യെരൂശലേമിന് ചുറ്റുമുള്ള സകല ജാതികളും യെരൂശലേമിനെ നശിപ്പിക്കുവാനായിട്ട് യുദ്ധത്തിനു വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലോകം വലിയ ഭീഷണിയിലാണ്. എന്നാൽ ദൈവവചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്ന ഒരു സത്യമുണ്ട്. ഭൂലോകത്തിന്റെ തലസ്ഥാനമായിട്ട് യെരൂശലേം മാറും. രാജാതി രാജാവായി യേശു യെരൂശലേമിൽ വാഴും. ഇന്ന് ഇസ്രായേലിനെ നശിപ്പിക്കുവാനായി ശ്രമിക്കുന്ന രാജാക്കന്മാരെല്ലാവരും സമ്മാനവുമായി അവന്റെ അരികിൽ വരും എന്ന് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതെന്താണ് സംഭവിക്കുന്നത്? കർത്താവിന് മഹത്വം. അതിനെക്കുറിച്ച് ദൈവവചനത്തിൽ വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നമുക്കറിയത്തില്ല ഏത് സമയത്താണ് റാപ്ചർ നടക്കുന്നതെന്ന്, സഭ ഇവിടുന്ന് എടുക്കപ്പെടുന്നതെന്ന്. അത് ഏത് നിമിഷത്തിലുമാകാം. അതിനുള്ള സ്റ്റേജുകളെല്ലാം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. സപ്പോസ് ഇന്ന് ആ കാഹളം ധ്വനിക്കുകയാണെങ്കിൽ ഇന്ന് കഴിഞ്ഞ് 7 വർഷം കഴിയുമ്പോൾ ആ ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന രാജ്യം സ്ഥാപിതമാകും. യേശു രാജാവായി വാഴുവാൻ തുടങ്ങും. ആ രാജ്യത്തിൽ ആ ദൈവമക്കളാകുന്ന നമ്മളെല്ലാവരും അവനോടുകൂടെ വാഴും. ആ രാജ്യത്തെ കുറിച്ച് ദൈവത്തിൽ പറഞ്ഞിരിക്കുന്ന പിന്നെ യുദ്ധഭീഷണികളില്ല, ന്യൂക്ലിയർ വെപ്പൺസിന്റെ ഒരു ഭയത്തിന്റെ ആവശ്യമില്ല, എല്ലായിടവും സമാധാനവും സന്തോഷവുമായിരിക്കും എന്ന് ആ ദൈവവചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. അതിന്റെ കാരണം എന്താണ്? നമ്മളിവിടെ വായിച്ച വേദഭാഗത്തിൽ ഇങ്ങനെയാ വായിക്കുന്നത്: അനന്തരം ഒരു ദൂതൻ അഗാധത്തിന്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടു. 1000 ആണ്ട് കഴിയുവോളം ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചു പൂട്ടുകയും മീതെ മുദ്രയിടുകയും ചെയ്തു. സ്തോത്രം. ഈ അഗാധകൂപം, അബീസ് എന്ന് പറയുമ്പോൾ വെരി ഡീപ്പ് എന്നാണ് അതിന്റെ അർത്ഥം. വളരെ ആഴമുള്ള ഒരു അഗാധകൂപം. അവിടെ നിന്നും ആരും രക്ഷപ്പെട്ടിട്ടില്ല, രക്ഷപ്പെടുവാൻ ഒക്കുകയില്ല. അവിടേക്ക് ഈ സാത്താനെ ബന്ധിച്ചിടുകയാണ്. മഹോദ്രവത്തിന്റെ ഒടുവിൽ അന്തിക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും പിടിച്ച് കത്തുന്ന തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. പക്ഷെ ഏതോ കാരണത്താൽ ദൈവം ഈ സാത്താനെ ആ കത്തുന്ന തീപ്പൊയ്കയിലേക്ക് അന്നേരം ഇടുന്നില്ല. ഒരു 1000 ആണ്ടേക്ക് ബന്ധിച്ചിട്ടിരിക്കുകയാണ്. പക്ഷേ അവന് പുറത്തിറങ്ങുവാനായിട്ട് കഴിയത്തില്ല. അതാണ് നമ്മൾ കാണുന്നത്. ഈ ഇവിടെ പറഞ്ഞിരിക്കുന്ന 4 പേരുകൾ അത് മറ്റാരുടെ അല്ല, ഒരാളുടെ പേര് തന്നെയാണ്. നമ്മൾ വായിക്കുന്നത് സ്വർഗത്തിലെ ഒരു ദൂതൻ അഗാധത്തിന്റെ താക്കോലും ഒരു വലിയ ചങ്ങലയുമായി കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിറങ്ങുന്നത് ഞാൻ കണ്ടു. നമുക്ക് എത്രയോ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഇന്ന് നമ്മെ പീഡിപ്പിക്കുന്ന, ദണ്ഡിപ്പിക്കുന്ന, പരീക്ഷിക്കുന്ന, കഷ്ടത്തിലാക്കുന്ന ഒരു ശക്തിയുണ്ട്. ഈ ലോകത്തിന്റെ ദൈവം എന്ന് പറയുന്ന ആ പൈശാചിക ശക്തി. അതിനെ ചങ്ങലയിട്ട് ബന്ധിച്ച് പുറത്തു വരുവാൻ കഴിയാതെ വണ്ണം അഗാധ ഭൂപത്തിൽ തള്ളിയിടുവാൻ ഒരു ദൂതൻ ഇറങ്ങുമെന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ആ ദിവസം എത്രയോ അനുഗ്രഹമാണ്. ഇവിടെ 4 പേരാണ് പറഞ്ഞിരിക്കുന്നത്: പിശാച്, സാത്താൻ, പഴയ പാമ്പ്, മഹാസർപ്പം എന്നിങ്ങനെയുള്ള പേരുകളാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഇവിടെ ഈ പിശാച് എന്ന് പറയുമ്പോൾ നമുക്ക് ആ പിശാചിനെ കുറിച്ച് നമുക്ക് എവിടെയാ കാണുവാൻ കഴിയുന്നത്? പിശാചിന്റെ ജോലി എന്താണ്? പിശാചിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന അവൻ അപവാദി എന്നാണ് അവന്റെ പേരിന്റെ അർത്ഥം. അപവാദം പറയുന്നു. അവൻ തുടങ്ങിയത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലാണ്. ദൈവത്തിനെതിരായിട്ട് ആദാമിനോടും ഹവ്വായോടും
അപവാദം പറഞ്ഞു തുടങ്ങി. എന്താണ്? നിങ്ങൾ ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നാൽ ദൈവത്തെ പോലാകും. അപ്പം നിങ്ങൾ ദൈവത്തെ പോലാകുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല എന്നുള്ള ആശയം വരത്തക്കവണ്ണം അവൻ ദൈവത്തെ കുറിച്ച് തന്നെ അപവാദം പറഞ്ഞ് തുടങ്ങി. പിന്നെ നമ്മൾ വേദപുസ്തകം ആദിയോടന്തം പഠിച്ചാൽ ആ അപവാദം തുടരുക തന്നെ ചെയ്യുകയാണ്. നമ്മൾ ഇയ്യോബിന്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. 1-ാം അധ്യായത്തിൽ ഇയ്യോബിനെ കുറിച്ച് ചെന്ന് ദൈവത്തോട് പറഞ്ഞു. എന്താ? വെറുതെയാണോ അവൻ ഭക്തനായിരിക്കുന്നത്? 1-ാം അധ്യായത്തിന്റെ 9 മുതൽ വായിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും. അവന് ഉള്ളതെല്ലാം നീ പ്രൊട്ടക്ട് ചെയ്യുവാണ്. അവനൊരു ഓപ്പർച്യൂണിസ്റ്റ് ആണ്, അവസരവാദിയാണ്. എല്ലാം അനുകൂലമായി നടക്കുന്നതുകൊണ്ട് ഭക്തനായിരിക്കുന്നു. ഇല്ലെങ്കിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ല. അപ്പം ഇയ്യോബിനെ കുറിച്ച് അവൻ അപവാദം പറയുകയാണ്. നമ്മൾ സക്രിയ പ്രവർത്തനം വായിക്കുമ്പോൾ 3-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. മഹാപുരോഹിതനായ യോശുവയ്ക്കെതിരായിട്ട് പോയി ദൈവത്തോട് പറയുന്നത്, യോശുവയുടെ വസ്ത്രം മുഷിഞ്ഞിരിക്കുന്നു. ഇതാണ് അവൻ പറയുന്നത്. അത് അവരോട് മാത്രമല്ല, ഇന്നും സകല ദൈവമക്കളെ കുറിച്ചും അവൻ അപവാദം പറയുകയാണ്. ശരിയാണോ? വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് 12-ാം അധ്യായത്തിൽ എന്താ കാണാൻ കഴിയുന്നത്? 10-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. അപ്പോൾ ഇന്നും അവൻ ചെയ്യുന്ന ഒരു കാര്യമാണ് സഹോദരന്മാരെ എല്ലാവരെയും ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദി എന്നാണ് അവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അവനറിയാം നമ്മൾ ദൈവമക്കൾ എല്ലാവരും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കവർ ചെയ്യപ്പെട്ടവരാണ്. അവൻ എന്തോ അപവാദം പറഞ്ഞാലും ഏക്കത്തില്ലെന്ന് അവനറിയാം. പക്ഷേ എന്നാലും അവന്റെ ആ ജോലി അവൻ നിർത്തത്തില്ല. അവൻ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പിശാചിന്റെ ആ പേര്, അവന്റെ ജോലി അതാണ്. വേറൊരു പേര് പറഞ്ഞിരിക്കുന്നത് നമ്മൾ അവിടെ വായിച്ചത് ഇങ്ങനെയാണല്ലോ. പിശാചും സാത്താൻ. സാത്താൻ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്? സാത്താൻ എതിരാളി എന്നാണ്, അഡ്വേഴ്സറി എന്നാണ് അവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഈ എതിരാളിയുടെ ജോലി എന്ന് പറയുന്നത് ദൈവനെ നമ്മൾ പഠിച്ചാൽ അവൻ മനുഷ്യരെ പരീക്ഷിക്കുകയാണ്. പരീക്ഷിച്ച് അവനൊരു അവസരം നോക്കി പരാജയപ്പെടുത്തുവാൻ നോക്കുകയാണ്. അതുകൊണ്ടാണ് പൗലോസ് 2 കൊരിന്ത്യർ 7:11 പറഞ്ഞിരിക്കുന്നത്, അവന് നിങ്ങൾ അവസരം കൊടുക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ, അവസരം കൊടുക്കരുത്. 1 കൊരിന്ത്യർ 7:5 പറയുന്നുണ്ട്, സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്. 2 കൊരിന്ത്യർ 2:11 2 കൊരിന്ത്യർ 12:11 നമ്മൾ വായിക്കുന്നുണ്ട്, സാത്താൻ പൗലോസിനെ വേണമെങ്കിൽ കൃപാവരങ്ങളുടെ ദർശനങ്ങളുടെ ആധിപത്യത്താൽ നെഗളിച്ചു പോകുവാൻ തക്കവണ്ണം പ്രവർത്തിച്ചെന്നിരിക്കും. അപ്പോൾ ഈ സാത്താന്റെ ജോലി തന്ത്രം ഉപയോഗിച്ച് നിഗളിപ്പിക്കുക, പരീക്ഷിക്കുക എന്നീ കാര്യങ്ങളാണ്. 1 തെസ്സലോനിക്കർ 2:18 നമ്മൾ വായിച്ചാൽ പൗലോസ് തന്നെ പറഞ്ഞു, എനിക്ക് പല പ്രാവശ്യം ആഗ്രഹമുണ്ടായിരുന്നു നിങ്ങളുടെ അരികിൽ വരാൻ, എന്നാൽ സാത്താൻ തടഞ്ഞു കളഞ്ഞു. അപ്പൊ ഈ സാത്താന്റെ ജോലി നമ്മെ പല കാര്യങ്ങളും ചെയ്യുവാനായിട്ട് അനുവദിക്കുന്നില്ല, തടസ്സപ്പെടുത്തുകയാണ്. ഇനി വേറൊരു കാര്യം, അപ്പോസ്തലപ്രവൃത്തി 5:3 അപ്പോസ്തലന്മാര് അനന്യാസിനോടും സഫയിലോടും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കുവാൻ സാത്താൻ നിങ്ങളെ പരീക്ഷിച്ചതെന്ത്, കൈവശമാക്കിയതെന്ത്? അപ്പൊ അവന്റെ ജോലി എന്താ? പോസ്റ്റ് പറയാനായിട്ട് പ്രേരിപ്പിക്കുക. അതൊക്കെ അവന്റെ ഓരോ സാഹചര്യങ്ങൾ കൊണ്ടുവരിക. വേറൊരു കാര്യം കർത്താവ് തന്നെ പറഞ്ഞല്ലോ, മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ ഈ ദൈവത്തിന്റെ വചനം വിതയ്ക്കുന്നവനെ കുറിച്ച് പറഞ്ഞ ശേഷം കർത്താവ് പറയുക, സാത്താന്റെ ജോലി എന്താണെന്നറിയാമോ? കേട്ട വചനം ഫലപ്പെടാതിരിക്കാൻ ഹൃദയത്തിൽ നിന്ന് എടുത്തോണ്ട് പോവുക, അത് മാറ്റിക്കളയുക, കവർച്ച ചെയ്യുക. അപ്പൊ ഇതാ ഈ സാത്താന്റെ ജോലി. നമുക്കെന്തൊരു സന്തോഷമാ ആ പിശാചും, എതിരാളിയായിരിക്കുന്ന ആ പിശാചും, ആ വഞ്ചിക്കുന്ന
ദൈവവചനം നശിപ്പിച്ചുകൊണ്ട് പോകുന്ന, തെറ്റിദ്ധരിപ്പിക്കുന്ന, കവർ ചെയ്യുന്ന ആ സാത്താനെ ബന്ധിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്തൊരു സന്തോഷമാണ്. ഇന്നും നമ്മളിൽ പലരും ഇങ്ങനെയുള്ള പരീക്ഷകളിലൂടെ കടന്നു പോകുന്നവരല്ലേ. സ്തോത്രം. ദൈവ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ ദൈവരാജ്യത്തെ വളരെ ഈസി ആയിട്ട്, ആത്മീയ കാര്യങ്ങളെയൊക്കെ സിമ്പിളായിട്ട് ചിന്തിച്ച് ദൈവരാജ്യത്തെ നശിപ്പിക്കുവാനായിട്ടാണ് പിശാച് പ്രവർത്തിക്കുന്നത്. ദൈവം നമ്മൾ പഠിച്ചാൽ ഈ പിശാചിന്റെ പ്രവർത്തികളെ നമ്മൾ ജയിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിന്ന് ദൈവരാജ്യത്തിലാണെന്ന് നമ്മൾ പറഞ്ഞു, ആത്മീയ ദൈവരാജ്യത്തിൽ. ദൈവരാജ്യം എങ്ങനെയാ നമ്മളിൽ സ്ഥാപിതമാകുന്നത്? ആത്മീയ ദൈവരാജ്യം നമ്മളിൽ സ്ഥാപിതമാകുന്നത് ദൈവവചനത്തിലൂടെയാണ്. വിതയ്ക്കുന്നവൻ വിതയ്ക്കുവാൻ പുറപ്പെട്ടു. ആ ദൈവത്തിന്റെ വചനമാകുന്ന വിത്ത് നല്ല നിലത്ത് വീണത് 30, 60, 100 മേനിയായിട്ട് ഫലം കായ്ക്കുന്നു. അങ്ങനെ നമ്മൾ ക്ഷമയോടെ ഫലം കായ്ക്കുന്നവരായി മാറുമ്പോഴാണ് നമ്മൾ ദൈവരാജ്യത്തിലാകുന്നത്. ആ ദൈവരാജ്യത്തിന്റെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ വരാനിടയാകും. പക്ഷേ ഈ ദൈവരാജ്യത്തിന് ഒരു വലിയ എതിരാളിയുണ്ട്, ഒരു ശത്രുവുണ്ട്. ആ ശത്രുവിന്റെ ആഗ്രഹം നമ്മൾ ഫലമുള്ളവരാകരുത്, ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടരുത്, ഉത്സാഹമുണ്ടാകരുത്. അതിനുവേണ്ടിയാണ് അവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് തന്നെ മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, ബലാത്കാരികൾ സ്വർഗരാജ്യം ബലാത്കാരം ചെയ്യുന്നെന്ന്, അവകാശമാക്കുന്നല്ല, ബലാത്കാരം ചെയ്യുന്നത്. 12-ാം വാക്യം. എങ്ങനെ ഈ ബലാത്കാരം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിസിക്കലി മല്ലുപിടിക്കണമെന്നല്ല. പിശാച് നമ്മളോട് തന്ത്രങ്ങളുമായി കടന്നു വരുമ്പോൾ ഉത്സാഹത്തോടെ, മനസ്സോടെ, ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം കാണിച്ച് നമ്മൾ അവന്റെ അലസതകളെ, അവന്റെ തന്ത്രങ്ങളെ ജയിക്കുന്നവരാകുക. ഒരു ന്യൂട്രൽ എന്ന് പോകാമെന്ന് വിചാരിച്ചാൽ, ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ഒരു ന്യൂട്രൽ എന്ന് പോകാമെന്ന് വിചാരിച്ചാൽ ദൈവരാജ്യത്തിൽ നമുക്ക് കടക്കാൻ പറ്റത്തില്ല. നമ്മൾ ബലാത്കാരം ചെയ്യുന്നവരായിരിക്കണം. എല്ലാവരുടെയും ചരിത്രം നമ്മൾ പഠിച്ച ചിലരുടെ കാര്യം ഞാൻ ഓർപ്പിക്കാം. ജോസഫ്, പഴയ നിയമത്തിലെ ജോസഫ്, അദ്ദേഹത്തിന് ഒരു പരീക്ഷ നേരിട്ടു. അപ്പൊ അദ്ദേഹം പറയുക, താൻ അവിടെ ഒരു വല്ലാത്ത സാഹചര്യത്തിലാണ്, ഒരല്പം ന്യൂട്രൽ അങ്ങ് പോയാൽ എന്റെ സാഹചര്യമെല്ലാം അറിയാലോ, ഞാൻ എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞു വേണേ പോകായിരുന്നു. പക്ഷെ ജോസഫ് പറഞ്ഞത്, ഞാൻ ഈ ദുഷ്കാര്യം ചെയ്ത് ദൈവത്തോട് പാപം ചെയ്യത്തില്ല. അതിന് നീ എന്ത് എന്നെ ജയിലിലിട്ടാലും കൊള്ളാം, എന്തെല്ലാം എതിർപ്പ് വന്നാലും കൊള്ളാം, ഞാൻ ദൈവത്തോട് പാപം ചെയ്യത്തില്ല. ഇതാണ് ബലാത്കാരം എന്ന് പറയുന്നത്. നാം ഏലിയാവിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഏലിയ പറയുകയാണ്, നിങ്ങളെന്ത് ഇരുതോടി കാലുകുത്തുന്നത്? പാലും വേണം, യഹോവയും വേണം. ഇല്ല, അങ്ങനല്ല. ഒന്നുകിൽ പാലും, ഇല്ലെങ്കിൽ യഹോവ ദൈവം. അങ്ങനെ നിൽക്കുന്നതാണ് ഈ ബലാത്കാരം ചെയ്യുക എന്ന് പറയുന്നത്. സ്തോത്രം. ഒരു സാഹചര്യത്തില് ജീവിതത്തിൽ തെറ്റുകളും പാപങ്ങളും കടന്നു വരുമ്പോ, മനുഷ്യരില്ലേ, സാരമില്ല എന്ന് പറഞ്ഞ് നമ്മൾ ന്യൂട്രലിൽ പോകുന്ന അനുഭവമല്ല. നാഥാൻ ദാവീദിനോട് പറഞ്ഞതുപോലെ നാം എന്ത് ചെയ്യണം? ആ മനുഷ്യൻ നീ തന്നെയാണെന്ന് പാപത്തിനെതിരായി മുഖത്ത് നോക്കി വിരൽ ചൂണ്ടി പറയുന്നവരാണ് ബലാത്കാരം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തെറ്റ് ചെയ്തവരോട് ക്ഷമിക്കേണ്ട എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. ദൈവം ക്ഷമിക്കുന്ന ദൈവമാണ്. എന്നാൽ തെറ്റിനെ നമ്മൾ അനുകൂലിക്കുവല്ല. അത് തെറ്റാണ്, അത് പാപമാണ്, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞ് മടങ്ങി വരുവാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്നവരായിരിക്കണം. അതാണ് ബലാത്കാരം ചെയ്യാന്ന് പറഞ്ഞാൽ. യോശുവ പറഞ്ഞു, നിങ്ങൾ എന്ത് വേണമെങ്കിലും തിരഞ്ഞെടുത്തു, പക്ഷെ എന്റെ തീരുമാനം എന്താണെന്നറിയാമോ? ഞാനും എന്റെ കുടുംബവും യഹോവയെ തന്നെ ഞങ്ങൾ സേവിക്കും. അതാണ് ബലാത്കാരം ചെയ്യുക എന്ന് പറയുന്നത്. വേണമെങ്കിൽ ന്യൂട്രലിലേക്ക് പോകാം. ന്യൂട്രലിൽ പോയാൽ ദൈവരാജ്യത്തിൽ കടക്കാൻ പറ്റത്തില്ല. മൊർദെഖായിയെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ പറയുക, പിന്നെ എസ്തേറേ, നീ വിചാരിക്കരുത് നീ കൊട്ടാരത്തിൽ സുഖമായിട്ട് കഴിയുകയാണെന്ന്. ഈ കാലത്തേക്കല്ലോ നീ രാജസ്ഥാനത്ത് ആയിരിക്കുന്നതെന്ന് ഓർക്കണം. നീ മിണ്ടാതിരുന്നാൽ ഇസ്രായേലിന്, യഹൂദന് വേറെ എവിടുന്നെങ്കിലും രക്ഷ വരും. നീ തീരുമാനിച്ചോണം എന്താ ചെയ്യേണ്ടതെന്ന്. നീ നിന്റെ കുടുംബവും നശിച്ചു പോകും എന്ന് പറഞ്ഞ് ധൈര്യത്തോടെ നിന്നയാളാണ് മൊർദെഖായി. ഇതുപോലെ ഓരോ ഭക്തരുടെയും ജീവിതം നമ്മൾ പഠിച്ചാൽ ബലാത്കാരേണയാണ് പാപത്തെ ജയിച്ച്, പരീക്ഷകളെ ജയിച്ച് അവര് ക്ഷമയോടെ
ദൈവിക വാഗ്ദത്തങ്ങളെ പ്രാപിച്ചത് എന്ന് നമുക്ക് വായിക്കുവാൻ കഴിയും, പഠിക്കുവാൻ കഴിയും. ദൈവവചനത്തിന്റെ പ്രധാനമായ ചോദ്യം നീ രക്ഷിക്കപ്പെട്ട ആളാണോ എന്നുള്ളത് മാത്രമല്ല, നീ ജയാളിയാണോ? ജയിക്കുന്നവന് ഞാൻ ഇത് കൊടുക്കുമെന്ന ദൈവത്തിന് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമ്മൾ ജയാളികളായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. മറ്റൊരു പേരിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് പഴയ പാമ്പ്, പഴയ പാമ്പ്, സെർപ്പന്റ് ഓഫ് ഓൾഡ്. അതിനെ കുറിച്ച് നമുക്ക് പഠിക്കണമെങ്കിൽ അവിടെ പോകണം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ പോകണം. അവിടെ അവൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ആദമിന്റെയോ അവയുടെ എനിക്ക് വന്ന് അവനെ ചോദിച്ചത്, ഈ തോട്ടത്തിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലമൊന്നും തിന്നരുതെന്ന് വാസ്തവമായി ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? സ്തോത്രം. തിന്നാല് നിങ്ങൾ ദൈവത്തെ പോലെ ആകും. അപ്പോൾ അവരുടെ ജീവിതത്തിൽ വചനത്തെ കുറിച്ചൊരു സംശയം ഇട്ടുകൊടുത്തു, ദൈവത്തെ കുറിച്ചൊരു സംശയം ഇട്ടുകൊടുത്തു. ഇതാണ് ആ പഴയ പാമ്പിന്റെ പ്രവൃത്തി. ഇന്നും അവൻ അങ്ങനെയാ ചെയ്യുന്നത്. അവനെ കുറിച്ച് നമ്മൾ യെശയ്യാ പ്രവചനം 27-ാം അധ്യായത്തിൽ വായിക്കുന്നത് ട്വിസ്റ്റിംഗ് സർപ്പന്റ് എന്നാണ്. ഫ്ലീയിങ് ആൻഡ് ട്വിസ്റ്റിംഗ് സർപ്പന്റ്, വിദുരിത സർപ്പം എന്നാണ് അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനത്തെ വളച്ച് ഒടിച്ച് കോട്ടിക്കളയുന്നതായ ഒരു സ്വഭാവമുള്ള പൈശാചിക ശക്തിയെ കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. ദൈവം എന്ന് പറയുന്നു, എന്നാൽ അത് കേൾക്കുമ്പോൾ വേറൊന്നായിട്ട് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇന്ന് ലോകത്തിൽ ദൈവവചനത്തിനെതിരായി, ഇസ്രായേലിനെതിരായി ധാരാളം തന്ത്രങ്ങൾ ഉപയോഗിച്ച് സംസാരിക്കുന്ന ആളുകളുണ്ട്. സ്തോത്രം. അവരുടെ എല്ലാവരുടെയും ലക്ഷ്യം ദൈവത്തിന്റെ വചനത്തിനെതിരായി, ദൈവീയ വാഗ്ദത്തങ്ങൾക്കെതിരായി മനുഷ്യരെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. സ്തോത്രം. എന്നാൽ പേടിക്കേണ്ട ആവശ്യമില്ല. ഇവൻ എത്ര വിദുരിത സർപ്പത്തിന്റെ പ്രവൃത്തി ചെയ്താലും ഇവനെ ബന്ധിച്ചൊരു ദിവസം അഗാധ കൂപത്തിൽ തള്ളിയിടും. ഒരു ശക്തിക്കും അവനെ ബന്ധിക്കുവാൻ കഴിയത്തില്ല എങ്കിലും ആ ദൈവത്തിന്റെ ശക്തിയും ബലവുമുള്ള വചനമാകുന്ന വാളുകൊണ്ട് നമുക്കവനെ ജയിക്കുവാനായിട്ട് കഴിയും എന്ന് നമ്മൾ വായിക്കുന്നു. അടുത്ത് നമ്മൾ വായിക്കുന്നത് പഴയ പാമ്പായ മഹാസർപ്പം. മഹാസർപ്പത്തെ കുറിച്ച് നമ്മൾ കാണുമ്പോൾ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ ഈ മഹാസർപ്പത്തെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിന്റെ പ്രവൃത്തി എന്താണെന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. അവിടെ ഒരു പ്രത്യേകമായ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണായി. സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ, അവളുടെ കാൽക്കീഴ് ചന്ദ്രനും അവളുടെ തലയിൽ 12 നക്ഷത്രങ്ങളും ഉള്ള കിരീടം ഉണ്ടായിരുന്നു. അവൾ ഗർഭിണിയായി നോവ് കെട്ടി വേദനപ്പെട്ട് നിലവിളിച്ചു. സ്വർഗത്തിൽ മറ്റൊരു അടയാളം കാണായി. 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയുമായി തീനിറമുള്ള ഒരു മഹാസർപ്പം. അതിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു. പ്രസവിപ്പാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളയുവാൻ മഹാസർപ്പം അവിടെ മുമ്പിൽ നിന്നു. ഈ മഹാസർപ്പത്തിന്റെ ജോലി, ഇവിടെ പറഞ്ഞിരിക്കുന്ന ആൺകുട്ടി കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ 1-ാം വരവിൽ കർത്താവായ യേശുവിനെ വിഴുങ്ങിക്കളയുവാൻ, നശിപ്പിക്കുവാൻ ഈ മഹാസർപ്പം വാപിളർന്ന് പ്രവർത്തിച്ചത് നമുക്ക് കാണുവാൻ കഴിയും. അതേ പ്രവൃത്തി കർത്താവായ യേശുവിന്റെ 2-ാം വരവിൽ ആ സമയത്തും അവൻ അത് തന്നെ പ്രവർത്തിച്ച് ദൈവത്തിന്റെ ജനത്തെയും ദൈവത്തിന്റെ പ്രവൃത്തിയെയും നശിപ്പിക്കുവാനായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഇതിനൊരു അവസാനം നമുക്ക് എങ്ങനെയാ കാണുവാൻ കഴിയുന്നത്? ഈ നാം ഇവിടെ വായിക്കുന്നത് മഹോദ്രവത്തിന്റെ ഒടുവിൽ നമ്മുടെ ദൈവം സ്വർഗത്തിൽ നിന്ന് ശക്തിയുള്ള ഒരു ദൂതനെ അയച്ച് അഗാധ കൂപത്തിന്റെ താക്കോല് കൊടുത്തതിന് ശേഷം അത് തുറന്നിട്ട് ഈ പാമ്പും മഹാസർപ്പവും സാത്താനും പിശാചുമായ ഈ ദൈവമക്കളുടെ ശത്രുവായ, ദൈവത്തിന്റെ ശത്രുവായ പിശാചിനെ ബന്ധിച്ച് അഗാധത്തിൽ തള്ളിയിടും. 1000 ആണ്ടേക്ക് പിന്നെ അവരവിടെ ഒന്നും രക്ഷപ്പെടുവാനായിട്ട് സാധിക്കത്തില്ല. നമുക്ക് ദൈവവചനം പഠിക്കുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ഈ അഗാധ കൂപത്തിൽ യൂദായുടെ ലേഖനം 6-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാത്ത ദൂതന്മാരെ മഹാദിവസത്തിലേക്ക് ചങ്ങലയിട്ട് ബന്ധിച്ചിരിക്കുന്നതായി നാം വായിക്കുന്നുണ്ട്. യൂദായുടെ ലേഖനം അതിന്റെ 6-ാം വാക്യമാണ് ഞാൻ വായിച്ചത്. ഞാൻ പറഞ്ഞത് ഓർപ്പിക്കാം. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ
സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. ദൈവം എപ്പോഴും ഒരു ഓർഡർ കീപ്പ് ചെയ്യുന്ന ദൈവമാണ്. ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് ഓർഡർ എന്ന് നാം ദൈവത്തിൽ വായിക്കുന്നുണ്ട്. ആ ദൈവം ലൂസിഫറിനും ദൂതന്മാർക്കും എല്ലാവർക്കും ഓരോരോ സ്ഥാനം കൊടുത്തിരുന്നു. എന്നാൽ ഇവര് തങ്ങളുടെ വാഴ്ച, തങ്ങളുടെ ആ സ്ഥാനം വിട്ട്, അതിന്റെ നില വിട്ട് അവര് പ്രവർത്തിച്ചു. എപ്പോഴും ദൈവത്തിന് ഇഷ്ടം ദൈവം ഓരോരുത്തരെയും ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് നിൽക്കണമെന്നാണ്. സ്തോത്രം. ദൈവം അപ്രകാരമാണ്. കർത്താവായ യേശുക്രിസ്തു പിതാവായ ദൈവത്തെ പോലെ തന്നെ ദൈവത്വമുണ്ടെങ്കിലും യേശു പിതാവിന് കീഴ്പ്പെട്ടിരിക്കുന്നു. അതുപോലെ എല്ലാ കാര്യങ്ങളും അതിന്റെ ഓർഡറിൽ പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ ഒന്നാമത്തെ ദൈവം സ്ഥാപിച്ച സ്ഥാപനമാണ് കുടുംബം. കുടുംബം, ഭാര്യ, ഭർത്താവ്. ഭർത്താവിന് ഭാര്യ കീഴ്പ്പെടണം, ഭർത്താവിനെ ഭാര്യ ബഹുമാനിക്കണം, ഭാര്യയെ ഭർത്താവ് ബഹുമാനിക്കണം, മക്കൾ മാതാപിതാക്കളെ ബഹുമാനിക്കണം, അനുസരിക്കണം. അതുപോലെ തന്നെ വിശ്വാസികൾ ശുശ്രൂഷകരെ ബഹുമാനിക്കണം, ജനങ്ങൾ ഭരണാധികാരികളെ കീഴ്പ്പെടണം, ബഹുമാനിക്കണം. ഈ കാര്യങ്ങൾ എല്ലാം ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമാണ്. ചില സംഘടനകളെ കുറിച്ച് ഞാൻ പഠിച്ചിട്ടുണ്ട്. അവര് പലരും ദൈവവചന വ്യവസ്ഥ പ്രകാരം അല്ല പോകുന്നത്. എന്നാൽ പോലും അവരുടെ പുരോഹിതന്മാരോട് അവർ അങ്ങേയറ്റം ബഹുമാനം കാണിക്കുന്നവരാണ്. അവർക്ക് ദൈവം ഈ ലോകത്തിൽ പ്രത്യേക അനുഗ്രഹങ്ങൾ കൊടുക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. കാരണം അവര് ദൈവത്തിന്റെ വ്യവസ്ഥ പ്രകാരമല്ല പോകുന്നതെങ്കിലും ദൈവം വെച്ചിരിക്കുന്ന ഓർഡറിനെ അവർ മാനിക്കുന്നു. അത് ദൈവത്തിന് ഇഷ്ടമാണ്. അതുകൊണ്ട് അവർ സ്വർഗത്തിൽ പോകുമെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവം ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. ആ തങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനം അവര് സൂക്ഷിക്കുന്നവരായിരിക്കണം. ഇപ്പോഴതിന്റെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ അവിടുന്ന് മാറുകയാണ്. അടുത്തിവിടെ വായിച്ച വാക്യത്തിൽ തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാത്ത ദൂതന്മാരെ ചങ്ങലയിട്ട് ബന്ധിച്ചിട്ടിരിക്കുകയാണ്. എന്തിനാണ് ഇവരെ ചങ്ങലയിട്ട് ബന്ധിച്ചിരിക്കുന്നത്? അവരെ എല്ലാവരെയും ബന്ധിച്ചിട്ടില്ല. സാത്താനെ ഇങ്ങനെ അഴിച്ചുവിട്ടേക്കാണല്ലോ. കുറെ ഭൂതങ്ങളെയും അഴിച്ചുവിട്ടിട്ടുണ്ട്. അവരിൽ ക്രൂരമായി ഭയങ്കര വയലന്റ് ആയിരിക്കുന്നവരെ ആയിരിക്കും ചിലപ്പോൾ ബന്ധിച്ചിട്ടിരിക്കുന്നത്. എന്നാൽ വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ വേറൊരു കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. 5-ാമത്തെ ദൂതൻ കാഹളം ഊതിയപ്പോൾ ഈ അഗാധ കൂപത്തിന്റെ താക്കോലുള്ള ഒരുത്തം വന്നിട്ട് ഇത് തുറന്നിട്ട് അഗാധ കൂപത്തിൽ നിന്ന് ഈ ബന്ധിച്ചിട്ടിരിക്കുന്ന ഭൂതാത്മാക്കളെ അഴിച്ചുവിട്ടു. അവര് വന്ന് പീഡനങ്ങൾ അങ്ങോട്ട് തുടങ്ങി. അപ്പോൾ അത് മഹോദ്രവത്തിലാണ്. നോക്കുക, ഇവരുടെ കാഠിന്യം കൊണ്ടാണ് ഇവരെ അന്ധകാരത്തിൽ കെട്ടിയിട്ടേക്കുന്നത്. പക്ഷെ ഈ 5-ാമത്തെ ദൂതൻ ഊതുമ്പോ ഇവരെ അങ്ങ് അഴിച്ചുവിടുകയാണ്. അഴിച്ചുവിടുമ്പോ അവര് പിന്നെ ഈ ഭൂതലത്തിൽ ജീവിച്ചിരിക്കുന്നവരോടൊക്കെ എത്ര ക്രൂരമായിട്ടായിരിക്കും പെരുമാറുന്നത്. അപ്പോൾ ഈ മഹോദ്രവത്തിലെ ജീവിതം എന്ന് പറയുന്നത് എത്രയോ ഭയങ്കരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് ആരും കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോകരുത്, മഹോദ്രവത്തിൽ കൂടെ പോകുവാൻ ഇടയാകരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതിന്റെ ആഗ്രഹം, നമ്മൾ ആഗ്രഹിക്കുന്നതിന്റെ പ്രധാനമായ വിഷയം. എന്നാൽ 1000 ആണ്ടേക്ക് ഈ സാത്താനെ ബന്ധിച്ചിടുന്നു എന്നും 1000 ആണ്ടേക്ക് ദൈവത്തിന്റെ രാജ്യത്തിൽ ഇവന് പ്രവേശിക്കുവാൻ കഴിയത്തില്ല എന്നുമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. യേശുവിനോടുകൂടെ ജീവിക്കുകയും യേശുവിനോടുകൂടെ ഭരിക്കുകയും ചെയ്യുന്ന ആ ദൈവമക്കൾ 1000 ആണ്ട് അവനോടുകൂടെ വാഴുന്നവരെ തൊടുവാൻ ഈ സാത്താനെ ശക്തിക്ക് കഴിയത്തില്ല. ഇത് ഏദനിനെക്കാട്ടിൽ മനോഹരമായിരിക്കും. എന്താ 1000 ആണ്ട് വാഴ്ച ഏദനെക്കാട്ടിൽ മനോഹരമായിരിക്കും എന്ന് പറയുവാൻ കാരണം എന്നറിയാമോ? ഏദനിലായിട്ട് പോലും പരീക്ഷകൻ ഉണ്ടായിരുന്നു. ആദാമിനെ ഹവ്വയും പരീക്ഷിച്ചു. എന്നാൽ 1000 ആണ്ട് വാഴ്ചയിൽ ഇവൻ പരീക്ഷിക്കാനായിട്ടില്ല. പിന്നെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അവൻ പരീക്ഷിക്കുവാനായിട്ട് അവന് സാധിക്കത്തില്ല. എന്നാൽ അവിടെ ഈ 1000 ആണ്ട് വാഴ്ചയിൽ ദൈവത്തിന്റെ സഭ രൂപാന്തര ശരീരികളായിട്ടാണ് 1000 ആണ്ട് വാഴ്ചയിൽ ദൈവത്തോടൊപ്പം വാഴുവാൻ പോകുന്നത്. എന്നാൽ യഹൂദനോടുള്ള ബന്ധത്തിൽ നന്മ ചെയ്തവരെ ജാതികളായ ആളുകളെ കൂടെ
അവരെയും കൂടെ ഈ രാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കും. അവരുടെ ശരീരത്തിന് രൂപാന്തരമൊന്നും പ്രാപിച്ചിട്ടില്ല. അവരുടെ ശരീരത്തിൽ ആ അവരുടെ ഫ്ലഷിന്റെ നേച്ചറുകൾ അവരിൽ ഉണ്ടായിരിക്കും. പക്ഷേ പിശാച് അവിടെ ഇല്ല എന്നുള്ളതാണ് സത്യം. മനുഷ്യന് 3 ശത്രുക്കളാണുള്ളത് ദൈവത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അത് ലോകം, ജഡം, പിശാച്. ഇവിടെ പിശാചിനെയാണ് ബന്ധിച്ചിരിക്കുന്നത്. അവർക്ക് പിശാചിന് ഒരു വ്യക്തികളെ പോലും അവിടെ തൊടുവാൻ സാധിക്കുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. പരീക്ഷിക്കുവാൻ അവന് സാധിക്കത്തില്ല. ദൈവമക്കൾ പരീക്ഷിക്കപ്പെടുന്നത് പേടിക്കേണ്ട ആവശ്യമില്ല. പത്രോസിനെ കോതമ്പ് പോലെ പാറ്റിയതുപോലെ ഞാൻ അവനെ ഒന്ന് പാറ്റട്ടെ എന്ന് ചോദിക്കാൻ അവിടെ പിശാചിനില്ല, അവിടെ സാധ്യമല്ല. അനന്യാസും സഫീറയുടെയും ഹൃദയത്തിൽ പ്രേരിപ്പിച്ച് എല്ലാം വിറ്റു എന്ന് എല്ലാവരും അറിഞ്ഞോട്ട് വിറ്റിട്ട് കുറെ ഭാഗം മാറ്റി വെച്ചിട്ട് ഇത്രയും കൊടുത്താൽ മതി എന്നൊരു വ്യാജം പ്രേരിപ്പിച്ചതുപോലെ വ്യാജം പ്രവർത്തിപ്പിക്കാനായിട്ട് അവിടെ ആരുമില്ല. അവിടെ ഇന്നാണെങ്കിൽ അന്യോന്യം ക്ഷമിക്കാനൊന്നും ആളുകൾക്ക് താല്പര്യം വരാതിരിക്കുന്നത് ഈ പിശാച് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. സകല ലോകവും ദുഷ്ടന്റെ അതിനെതിരാണല്ലോ. അന്നാണെങ്കിൽ അന്യോന്യം ക്ഷമിക്കുന്നതിന് യാതൊരു പ്രയാസവുമില്ല, എല്ലാവരും ക്ഷമിക്കും. അന്നാണെങ്കിൽ ഉള്ളിൽ കയറിയിരിക്കുന്ന ദൈവത്തിന്റെ വചനം കൊത്തിക്കൊണ്ട് പോകുവാൻ, കവർ ചെയ്തുകൊണ്ട് പോകുവാൻ പിശാചില്ല. അന്നാണെങ്കിൽ ഒരു സ്ത്രീയെ നമ്മൾ കാണുന്നുണ്ട്, 18 വർഷം കൂലിയായിരുന്നു. അവളെ ബലഹീനപ്പെടുത്തിയ ഒരു ആത്മാവാണ് അപ്രകാരമായിരുന്നത്. അങ്ങനെ ശാരീരികമായി ബലഹീനപ്പെടുത്തുന്ന, രോഗികളാക്കുന്ന ശക്തികളെ ഒന്നും അവിടെ പേടിക്കുവാനില്ല. ഇന്ന് എന്തെല്ലാം അനിഷ്ട സംഭവങ്ങളാണ് നടക്കുന്നത്. പെട്ടെന്നുള്ള അപകട മരണങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങൾ, പലതും ഒരുപക്ഷെ പൈശാചിക ശക്തികളായിരിക്കും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. പക്ഷെ അങ്ങനെയുള്ള അത്യാഹിതങ്ങൾ ഒന്നും തന്നെ അന്ന് നടക്കുകയില്ല. കാര്യം സാത്താൻ എന്ന് പറഞ്ഞാൽ അവൻ കുലപാതകനാണ്. ആദ്യം മുതൽ അവൻ കുലപാതകമാണ് ചെയ്യുന്നത്. അവൻ ആളുകളെ നിഗളികളാക്കുന്നു. അവൻ ദൈവജനത്തിന്റെ പ്രവർത്തികളെ തടസ്സപ്പെടുത്തുന്നു. എന്നാൽ ഈ 1000 ആണ്ട് വാഴ്ചയിൽ അങ്ങനെയുള്ള ഒരു ദോഷവും ചെയ്യുവാൻ ആർക്കും സാധിക്കത്തില്ല. നമ്മൾ 2 തീമോഥെയോസ് 2-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ ഇങ്ങനെയൊരു വാക്യം വായിക്കുന്നുണ്ട്. ഇന്ന് സാത്താൻ ചെയ്യുന്ന ഒരു കാര്യം 2 തീമോഥെയോസ് 2-ന്റെ 26-ാം വാക്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇവിടെ എങ്ങനെയാ വായിക്കുന്നത്? പിശാചിനാൽ പിടിപെട്ട് കുടുങ്ങിയവരാകയാൽ അവർ സുബോധം പ്രാപിച്ച് അവന്റെ കെണിയിൽ നിന്ന് ഒഴിഞ്ഞ് ദൈവേഷ്ടം ചെയ്യുമോ എന്ന് വെച്ച് അവരെ സൗമ്യതയോടെ പഠിപ്പിക്കേണ്ടതാകുന്നു. ഇന്ന് പലരും സുബോധം നഷ്ടപ്പെട്ടവരായിട്ട് പലതും അനിഷ്ടമായത്, അസന്മാർഗീയമായത് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? പിശാചിനാൽ അവര് പിടിക്കപ്പെട്ട് കുടുങ്ങിയവരായതുകൊണ്ടാണ്. എന്നാൽ സഹസ്രാബ്ദത്തിൽ അങ്ങനെയുള്ള കാര്യമേ സംഭവിക്കുന്നില്ല എന്ന് വ്യക്തമായി നമുക്ക് ദൈവത്തിൽ വായിക്കുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അനേകർ ഇന്ന് നമ്മൾ ഈ സാത്താന്റെ പ്രവൃത്തികളെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ, ഞാൻ ഈ രാജ്യത്ത് പലയിടങ്ങളിൽ ഷോപ്പിങ്ങിനൊക്കെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ ചിലയിടങ്ങളിൽ കാണുന്ന ഒരു കാര്യം ഉണ്ടെന്നറിയാമോ? അവരുടെ രാജ്യത്തിന്റെ പ്രത്യേകതയായിരിക്കും വലിയൊരു ഡ്രാഗനെയാണ് അതിന്റെ പ്രതിമ അവരുടെ മുമ്പിൽ, അവരുടെ ആ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ മുമ്പിൽ അവരിങ്ങനെ പ്രതിഷ്ഠിച്ച് വെച്ചേക്കുക. ഡ്രാഗൻ. അങ്ങനെയുള്ള പല കൺട്രീസുണ്ട്. അപ്പോൾ അവരെല്ലാം എന്താ ചെയ്യുന്നത്? ഈ പിശാചിന് വാതില് തുറന്നു കൊടുക്കുക. പല ഈവൻ ഹെൽത്ത് കെയറുകാരുടെ പോലും എംബ്ലം എന്ന് പറയുന്നത് ഡ്രാഗൻ വാ തുറന്നിരിക്കുന്നതാണ്. പല ഇന്റർനെറ്റുകളും ടിവികളും ഒക്കെ നമ്മൾ കണ്ടാൽ നമുക്ക് അവിടെ എല്ലാം മനസ്സിലാക്കുവാൻ കഴിയും. ഡ്രാഗന് അവർ വാതില് തുറന്നു കൊടുക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ പിശാചിന് വാതിൽ തുറന്നു കൊടുക്കുന്ന ഒരു അന്തരീക്ഷമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ ഇതിനെല്ലാം അവസാനിപ്പിച്ച ശേഷം നമ്മുടെ കർത്താവ് ഇവനെ ബന്ധിച്ചിട്ട് ദൈവത്തിന്റെ ആ രാജ്യം സ്ഥാപിക്കുകയും വിശുദ്ധന്മാർ അവനോടുകൂടെ 1000 ആണ്ട് വാഴുകയും ചെയ്യും. പരീക്ഷകളൊന്നുമില്ലാതെ സമാധാനത്തോടെ സന്തോഷത്തോടെ അവർക്ക് അവിടെ ജീവിക്കുവാൻ കഴിയും. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്ന അക്ഷരികമായ രാജ്യം. അപ്പോൾ നമ്മൾ വിചാരിക്കും ആ അക്ഷരികമായ രാജ്യം എന്നാ സംഭവിക്കുന്നത്? ഇന്ന് സാധാരണ കാര്യം ലോകമാണ്.
ഈ ലോകത്തിൽ സഭയുടെ നിന്ന് എടുക്കപ്പെട്ടു കഴിഞ്ഞാൽ 7 വർഷം മഹോത്തരവകാലം ഉണ്ടാകും. ആ 7 വർഷം കഴിഞ്ഞിട്ട് സഹസ്രാബ്ദ വാഴ്ച ആരംഭിക്കും. അപ്പോൾ യേശു യെരൂശലേമിൽ രാജാവായി തലസ്ഥാനമാക്കിക്കൊണ്ട് രാജാവായി വാഴും. വിശുദ്ധന്മാർ അവനോടുകൂടെ ഭരണം നടത്തും. കർത്താവ് തന്നെ ആ കാര്യം അപ്പോസ്തലന്മാരോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ സകലത് വിട്ട് നിന്നെ അനുഗമിച്ചല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് തന്നെ അവനോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഇന്ന വിധത്തിലുള്ള വാഗ്ദത്തങ്ങളൊക്കെ ലഭിക്കും. നിങ്ങൾ 12 സിംഹാസനത്തിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12നെയും ന്യായം വിധിക്കുമെന്നുള്ള വാഗ്ദത്തങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും അതിനി സഹസ്രാബ്ദത്തിലല്ലേ. പക്ഷെ ദൈവനെ നമ്മൾ പഠിച്ചാൽ നമ്മൾ ഈ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിന് സഹസ്രാബ്ദം വരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് ആത്മീയ ദൈവരാജ്യത്തിലായിരിക്കുന്ന ദൈവമക്കൾക്ക് ഈ അനുഗ്രഹങ്ങളെല്ലാം ആത്മീയമായിട്ട് പ്രാപിക്കാൻ കഴിയും. ഉദാഹരണം, നമ്മൾ ദൈവത്തിൽ വായിക്കുന്നു, ജോസഫ് മിസ്രയീമിൽ മന്ത്രിയായി നമ്മൾ വായിക്കുന്നുണ്ട്. യാക്കോബ് വിചാരിച്ച് ജോസഫ് മരിച്ചുപോയിരുന്നു. എന്നാൽ സഹോദരന്മാരെ ധാന്യം കൊള്ളുവാനായിട്ട് ചെന്നപ്പോൾ അവർക്ക് മനസ്സിലായി ജോസഫ് മരിച്ചിട്ടില്ല, ജീവനോടിരിക്കുന്നെന്ന്. ഒടുവിൽ ജോസഫ് തന്നെ വെളിപ്പെടുത്തി കൊടുത്ത ശേഷം മിസ്രയീമിലെ ഈജിപ്തിലെ പല നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ ഈ സഹോദരന്മാരുടെ കൊടുത്തയച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു, ഇതെല്ലാം എന്റെ അപ്പന് നിങ്ങൾ കൊണ്ടു കൊടുക്കണം. എന്നിട്ട് അപ്പനെ കൊണ്ടുവരാനായിട്ട് രഥവും അയച്ചു കൊടുത്തു. അപ്പോൾ യാക്കോബിന് ഭയങ്കരമായ ചൈതന്യം വന്ന് സന്തോഷമായി. കാര്യം എന്താ? ഈജിപ്തിൽ പോയില്ല, അതിനു മുമ്പേ തന്നെ ഈജിപ്തിലെ അനുഗ്രഹങ്ങൾ കിട്ടി, ഭാവിക്കുക, അനുഭവിക്കുക. കാര്യം എന്താ? അവന്റെ മകൻ ജോസഫ് മിസ്രയീമിൽ മന്ത്രിയായി ജീവിച്ചിരിക്കുന്നു, വാഴുന്നു. അപ്പൊ നമ്മുടെ ജീവിതമോ കർത്താവായ യേശുക്രിസ്തു രാജാവായിട്ട് സ്വർഗത്തിൽ വാഴുന്നു. അവൻ രാജാവായി വാഴുകയും നമ്മുടെ ഹൃദയത്തിൽ അവൻ ദൈവരാജ്യം സ്ഥാപിച്ചിരിക്കുകയും ചെയ്യുകയാൽ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത് കൊണ്ട് ആ സ്വർഗീയമായ അനുഗ്രഹം അല്ലെങ്കിൽ ആ സഹസ്രാബ്ദ വാഴ്ചയിൽ നമ്മൾ പ്രാപിക്കുവാൻ പോകുന്നതായ അനുഗ്രഹങ്ങൾ നമുക്ക് ഈ ഭൂമിയിൽ വെച്ച് തന്നെ പ്രാപിക്കുവാനായിട്ട് കഴിയും. സഹസ്രാബ്ദത്തിന്റെ പ്രത്യേകത എന്തായിരിക്കും? സഹസ്രാബ്ദത്തിൽ നമ്മൾ ദൈവത്തിൽ വായിക്കുകയാണെങ്കിൽ എല്ലാം വിശുദ്ധമായിരിക്കും. എല്ലാ വാക്യങ്ങളും ഞാൻ വായിക്കുന്നില്ല. അതിന്റെ അതിർത്തിക്കകം മുഴുവനും വിശുദ്ധമായിരിക്കുമെന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നുണ്ട്. നമ്മൾ സഹസ്രാബ്ദം വരെ കാത്തിരിക്കണോ വിശുദ്ധരാകുവാൻ? സ്തോത്രം. നമ്മൾ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ പേരെന്താ? ഹോളി സ്പിരിറ്റ്. ഹോളി സ്പിരിറ്റ് നമ്മിൽ വസിക്കുമ്പോൾ ആ ഹോളി സ്പിരിറ്റ് നമ്മിൽ വസിച്ചുകൊണ്ട് നമ്മെ വിശുദ്ധരാക്കി കർത്താവായ യേശുവിനെ പോലെ നമ്മെ ആക്കും. സ്തോത്രം. നമ്മുടെ കർത്താവ് ഭൂമിയിൽ വാഴുമ്പോൾ ഭൂമി ദൈവത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത്, സമുദ്രം വെള്ളത്താൽ നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി ദൈവത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞിരിക്കും എന്ന് നമ്മൾ വായിക്കുന്നു. ആ ദൈവിക സമാധാനം ഉണ്ടായിരിക്കും. യെശയ്യാ പ്രവചനം 2:4 നമ്മൾ വായിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, ആരും ഇനി ആയുധങ്ങളൊന്നും ഉണ്ടാക്കത്തില്ല. യെശയ്യാ പ്രവചനം 2-ാം അധ്യായത്തിലെ ഒരു വാക്യമാണ് ഞാൻ പറഞ്ഞത്. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. നമുക്ക് ആ വാക്യം ഒന്ന് വായിച്ചു നോക്കാം. യെശയ്യാവ് 2:4 വാക്യം 1 മുതൽ വായിക്കുന്നു. 2-ാം വാക്യം, അന്ത്യകാലത്തെ യഹോവയുടെ ആലയമുള്ള പർവ്വതങ്ങളുടെ ശിഖരങ്ങളിൽ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കും. സകല ജാതികളും അതിലേക്ക് ഒഴുകി ചെല്ലും. അനേക വംശങ്ങളും ചെന്ന്, വരുവീൻ, നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്ക്, യാക്കോവിന്റെ ആലയത്തിലേക്ക് ചെല്ലാം. അവൻ നമുക്ക് തന്റെ വഴികളെ ഉപദേശിച്ചു തരികയും നാം അവന്റെ പാതകളിൽ നടക്കുകയും ചെയ്യും എന്ന് പറയും. സിയോനിൽ നിന്ന് ഉപദേശവും യെരൂശലേമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെടും. അവൻ ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കും, ബഹുവംശങ്ങൾക്ക് വിധി കൽപ്പിക്കുകയും ചെയ്യും. അവർ തങ്ങളുടെ വാളുകളെ കൊഴുക്കളായിട്ടും കുന്തങ്ങളെ വാക്കത്തുകളായിട്ടും അടിച്ച് തീർക്കും. ജാതിക്ക് നേരെ വാളൊന്നുകയില്ല. അവർ ഇനി യുദ്ധം അഭ്യസിക്കുകയുമില്ല. നോക്കുക, ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം എന്തൊരു ഭീതിയാണ്! യുദ്ധം, ആയുധങ്ങൾ, ന്യൂക്ലിയർ വെപ്പൺസ്. എന്നാൽ ഇതാ ഒരു കാലം വരുന്നു, സമാധാനത്തിന്റെ കാലം. ഇനി യുദ്ധം ഉണ്ടാകത്തില്ല. അതെത്രയോ ഭാഗ്യകരമായ ഒരു കാലമാണ്. സ്തോത്രം. ആ സമാധാനം ഇന്ന് ദൈവത്തിന്റെ
സാക്ഷ്യങ്ങൾ, വചനങ്ങൾ അനുസരിക്കുന്ന ദൈവമക്കൾക്ക് ആ സമാധാനം പ്രാപിക്കുവാൻ കഴിയും എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. 119 സങ്കീർത്തനം 165 വാക്യം നിങ്ങൾ വായിച്ചാൽ ദൈവത്തിന്റെ വചനങ്ങളെ അനുസരിക്കുന്നവർക്ക് ഇന്നും ആ സമാധാനം പ്രാപിക്കുവാൻ കഴിയും എന്നാണ് നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്. യേശു പറഞ്ഞു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നയിച്ചു പോകുന്നു. നമ്മൾ ആത്മീയ ദൈവരാജ്യത്തിലാകയാൽ നമ്മുടെ ജീവിതത്തിൽ നിരാശകള്, വ്യാകുലങ്ങള് ഒക്കെ കടന്നു വരുവാൻ പിശാച് ശ്രമിക്കുമ്പോൾ നമ്മൾക്ക് എങ്ങനെ അതിനെ ജയിക്കുവാൻ കഴിയും? യേശുവിനെ പിൻപറ്റിയത് കൊണ്ട് നമുക്ക് വ്യാകുലം മാറി സമാധാനം കിട്ടത്തില്ല. ഞാൻ പറഞ്ഞ താല്പര്യം എന്താ അറിയാമോ? അവൻ നമ്മുടെ സമാധാനം. യേശു നമ്മളിൽ വരണം, നമ്മളിൽ വസിക്കണം. ഞാൻ യേശുവിനെ പിൻപറ്റുവാണെന്ന് മാത്രം പറഞ്ഞാൽ പോരാ. യേശു എന്നിലുണ്ട്, അവൻ സമാധാന പ്രഭുവാണ്. എന്നിൽ ഇരുന്നു കൊണ്ട് എനിക്ക് ആ സമാധാനം തരുന്നു എന്ന് പറയുവാൻ കഴിയുന്നവർക്കാണ് വാസ്തവമായി അത് പ്രാപിക്കുവാനായിട്ട് കഴിയുന്നത്. സ്തോത്രം. ആ ദൈവത്തിന്റെ രാജ്യത്തിൽ നമ്മൾ അവിടെ സാത്താനമേൽ പൂർണ്ണമായ ജയം പ്രാപിക്കുന്നത് പോലെ ഇന്ന് ആത്മീയ ദൈവരാജ്യത്തിലായിരിക്കുന്ന നമുക്ക് എന്ത് ലഭിക്കുന്നു? കർത്താവ് പറഞ്ഞിട്ടുണ്ട്, സാത്താനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊണ്ട് നാം ദൈവത്തിനു വേണ്ടി നിൽക്കുകയാണെങ്കിൽ സാത്താൻ നമ്മോട് എതിർക്കുവാനായി കടന്നു വരുമ്പോൾ നമുക്ക് പറയുവാൻ കഴിയും, ഞാൻ ദൈവരാജ്യത്തിലാണ്, ദൈവം നിന്നെ ഭത്സിക്കട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് അവന്റെ മേൽ ജയമെടുക്കുവാൻ കഴിയും. സ്തോത്രം. ദൈവമക്കളെ, ഇന്നാണെങ്കിൽ എത്രയോ ദൈവദാസന്മാരെയാണ് അറസ്റ്റ് ചെയ്യുന്നു, അന്യായമായി കുറ്റാരോപണം നടത്തി ജയിലിലിടുന്നു, സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് തടസ്സമിടുന്നു. എന്നാൽ അന്നാണെങ്കിൽ ആർക്കും തടയുവാൻ കഴിയത്തില്ല. സ്തോത്രം. സാത്താനിൽ പൂർണ്ണ ജയം ലഭിക്കുവാനിടയായി. ഇന്നും കർത്താവ് നമുക്ക് ജയം നൽകുന്ന ദൈവമാണ്. സ്തോത്രം. അപ്പോൾ ഞാൻ ഇവിടെ ഓർപ്പിച്ചത്, സാത്താൻ ഇല്ലാത്തൊരു രാജ്യം നമ്മുടെ കർത്താവ് സ്ഥാപിക്കുവാൻ പോവുകയാണ്. ആ രാജ്യത്തിന് വേണ്ടിയാണ് നമ്മെ അവൻ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ആത്മീയ ദൈവരാജ്യത്തിലായിരിക്കുന്ന ദൈവമക്കൾക്ക് ആ ദൈവരാജ്യത്തിൽ യേശുവിനോടുകൂടെ പ്രവേശിക്കുവാനായിട്ട് കഴിയും. 1000 ആണ്ട് കഴിയുമ്പോൾ അത് നിത്യരാജ്യമല്ല. സാത്താനെ അല്പകാലത്തേക്കൊന്ന് അഴിച്ചുവിടും. അവൻ ഈ ദൈവത്തിനെതിരായിട്ട് പിന്നെയും ജാതികളെ ഒരുക്കി യുദ്ധം പ്രഖ്യാപിക്കും. ആ യുദ്ധത്തോടുകൂടെ അവനെ പൂർണ്ണമായി തീച്ചുളയിലേക്ക് തള്ളിക്കളഞ്ഞ, അഗ്നിജ്വാലയിലേക്ക് തള്ളിക്കളഞ്ഞ ശേഷം ഈ ഭൂമിയിൽ പാപം വരുത്തിയ സകല മലിനതകളും അശുദ്ധികളും തീ കൊണ്ട് അതിനെല്ലാം ഉരുക്കി ശുദ്ധീകരിച്ച് പുതിയ ഭൂമിയും പുതിയ ആകാശം ഉണ്ടാകും. അങ്ങനെ കർത്താവ് തന്റെ വിശുദ്ധന്മാരും നിത്യമായ രാജ്യത്തിലേക്ക് യഹോവയായ ദൈവത്തോട് കൂടെ അവരെന്തേക്കും വാഴുവാനിടയായി തീരും. ആ ഭാഗ്യകരമായ പദവിയാണ് ദൈവം നമുക്ക് വെച്ചിരിക്കുന്നത്. അത് നമുക്ക് ഇന്ന് പ്രാപിക്കുവാൻ നാം എന്ത് ചെയ്യണം? സ്തോത്രം. ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് രോഗികളെ സൗഖ്യമാക്കി, മരിച്ചവരെ ഉയർപ്പിച്ച് പാപമോചനം നൽകിയ കർത്താവായ യേശുക്രിസ്തു ഇന്ന് ഉയർത്തെഴുന്നേറ്റ് നമ്മോട് കൂടെയുണ്ട്. നമുക്ക് വേണ്ടി അവൻ ജീവിക്കുന്നു. ആ കർത്താവിനോട് കൂടെ നാം ജീവിക്കുമ്പോൾ, യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിച്ച് പാപങ്ങൾ മോചിക്കപ്പെട്ട് കർത്താവിന്റെ വചനങ്ങളെ അനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ ആ സ്വർഗരാജ്യത്തിലെ അനുഭവമെല്ലാം നമുക്ക് ഇന്നും പ്രാപിക്കുവാൻ കഴിയും. കനാൻ ദേശത്തെ കുറിച്ചുള്ള ധാരാളം അറിവ് പ്രാപിക്കാനല്ല ദൈവജനത്തെ വിടുവിച്ചത്, പിന്നെ അത് ചെന്ന് പ്രാപിക്കാനാണ്. ദൈവരാജ്യത്തെ കുറിച്ച്, സഹസ്രാബ്ദ വാഴ്ചയെ കുറിച്ച് അറിവ് പ്രാപിച്ചത് കൊണ്ട്, ഇൻഫർമേഷൻ കിട്ടിയത് കൊണ്ടായില്ല. സ്വർഗരാജ്യം നമ്മൾ അനുഭവിക്കണം, പ്രാപിക്കണം. ദൈവത്തിന്റെ രാജ്യം ഭക്ഷണമല്ല, പാനീയമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമാണ്. അതിനെക്കുറിച്ചുള്ള അറിവ് നമുക്ക് കിട്ടിയത് കൊണ്ടായില്ല. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മളത് പ്രാപിക്കണം. നമ്മൾ ഇന്ന് ദൈവരാജ്യത്തിലാണോ? ആത്മീയ ദൈവരാജ്യത്തിലാണോ? നമ്മുടെ ഹൃദയത്തിൽ രാജാവായി വാഴുന്നത് ആരാണ്? യേശു രാജാവ് നമ്മുടെ ഹൃദയത്തിൽ രാജാവായി വാഴുകൊണ്ട് എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ ഹിതത്തിനായി നാം ഏൽപ്പിച്ചു കൊടുത്തിട്ട് അവന്റെ രാജ്യത്തിൽ നമ്മളാണോ? അവന്റെ രാജ്യത്തിൽ നമ്മളാണെങ്കിൽ ആ ദൈവിക സ്വഭാവം നമ്മളിൽ വെളിപ്പെടും. നമ്മൾ ഓരോ ദിവസവും വിശുദ്ധരായി, ഓരോ ദിവസവും നമ്മുടെ കുറവുകളെ ഏറ്റുപറഞ്ഞ് ആ തേജസ് പ്രാപിച്ച് യേശുവിനെ പോലെ ആകുവാൻ നമ്മൾ ആഗ്രഹിക്കും. സ്തോത്രം.
ആ സമാധാനം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുവാനിടയായിത്തീരും. ആ വിജയം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുവാനിടയായിത്തീരും. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും പ്രാപിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും. ദൈവമക്കൾ എല്ലാവരും അങ്ങനെയാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള ഒരു ജീവിതമാണ് ലോകക്കാരുടെ ഇടയിൽ കർത്താവിന് സാക്ഷ്യമായി നിലകൊള്ളുന്നത്. അതിനായിട്ട് ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. സാത്താനില്ലാത്ത, ശത്രുവില്ലാത്ത ഒരു രാജ്യം നമ്മുടെ കർത്താവ് സ്ഥാപിക്കുവാൻ പോകുന്നു. അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. അത് ആത്മീയമായി നമുക്ക് ഇപ്പോൾ തന്നെ പ്രാപിക്കാം. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവ് നമ്മെ സഹായിക്കും.